Good afternoon, all. Good afternoon, Miss. Good afternoon, Miss. Late ആയല്ലേ? സോറി, അപ്പൊ ഒന്ന് ക്ലാസ് ഒന്ന് ചേഞ്ച് ചെയ്താണോ? എന്തായാലും ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മള് എന്താണ് എവിടെ വരെയാണോ നോക്കി നിർത്തിയത്? മെഡിക്കൽ റെക്കോർഡ്, Progress notes. റെസ്പോൺസും ഇല്ല. എവിടം വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത്? പ്രോഗ്രസ് നോട്ട് വരെ അല്ലേ? വായിച്ചു നോക്കിയായിരുന്നോ? പത്തോളച്ച് റിപ്പോർട്ട് തുടങ്ങി നമുക്ക് എടുക്കണം. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒരുപാട് അല്ലെ, കുറെ ഒരു 22 ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടായില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. എന്താണ് മെഡിക്കൽ ഹിസ്റ്ററിയും ഒപ്പം എന്താണ് പ്രോഗ്രസ് നോട്ട് വരെ അല്ലെ. ഇനി നമുക്ക് പാത്തോളജി റിപ്പോർട്ട് തുടങ്ങിയാണ് എടുക്കേണ്ടത്. നമുക്കറിയാം ഓരോ റിപ്പോർട്ടിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ട് അല്ലെ. തീർച്ചയായിട്ടും ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ആ പേഷ്യന്റിനെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കറിയാം. അവര് ടെസ്റ്റ് കാര്യങ്ങൾ നടത്തിയത് മാത്രമല്ല, ഡോക്ടറിനെ കണ്ടതിന്റെയും കാര്യങ്ങളാണെങ്കിലും അത് മാത്രമല്ല, എന്തെങ്കിലും ഡയഗ്നോസിസ് അല്ലെ ഒരു രോഗനിർണയം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എല്ലാത്തിനും സെപ്പറേറ്റ് റിപ്പോർട്ടുകൾ അവിടെ അവര് സൂക്ഷിക്കും അല്ലെ. അതേമാതിരി തന്നെ നമുക്കറിയാം അതിനോട് ചേർന്ന് അല്ലെ അത് ഏത് രീതിയിലാണ് സൂക്ഷിക്കേണ്ടതെന്നൊക്കെ ഉള്ള ഒരു പല സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് മനസ്സിലാക്കുക, എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസും അവര് റെക്കോർഡിങ്ങിൽ അവര് സൂക്ഷിച്ചു വെക്കും അല്ലെ. അതില് പ്രധാനമായിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പാത്തോളജി റിപ്പോർട്ട്സ് ആണ്. ഓക്കെ, അപ്പൊ അതായത് രോഗത്തിന്റെ വിശകലനം അല്ലെ, അത് രോഗവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ടുണ്ട്. അപ്പൊ അതില് എന്താണ് microscopic description of a tissue expelled, removed from a patient during time of a surgery or a specialized procedure, biopsy to separate tissue for a pathological analysis. Okay, നമുക്കറിയാം ഒരു ബയോപ്സി ഒക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ഒരു ക്യാൻസർ പേഷ്യന്റ് ഒക്കെ ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ കളയെ കുറിച്ചിട്ട് അല്ലെ, ആ സെല്ലിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അനലൈസേഷൻ നടത്തിയിട്ടാണ് അത് ഓക്കെയാണ് അല്ലെ, അത് എന്തെങ്കിലും ക്യാൻസർ പേഷ്യന്റിന്റെ ഒക്കെയുള്ള ലക്ഷണങ്ങൾ ഉണ്ട് എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിന് സൂക്ഷ്മ പരിശോധന നടത്തേണ്ടതായിട്ട് വരും അല്ലെ. ഇൻ കേസ് അങ്ങനെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെ, ആ പേഷ്യന്റിന്റെ നിന്ന് അങ്ങനെയുള്ള സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ തന്നെ അതിന്റെ പരിശോധന കാര്യങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതിൻ്റെതായിട്ടുള്ള റെക്കോർഡ്സുകളും അവിടെ മസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അതാണ് പ്രധാനമായിട്ടും പറയുന്നത്. മൈക്രോസ്കോപ്പിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ടിഷ്യൂ എക്സ്പെൽഡ് അല്ലെ. അവിടെ പ്രധാനമായിട്ട് എന്താണ്? റിമൂവ് ഫ്രോം എ പേഷ്യന്റ് ഡ്യൂറിങ് ടൈം ഓഫ് എ സർജറി. നമുക്കറിയാം ഇത് സർജറി നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള സെല്ലുകൾ കളക്ട് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ ആ കളക്ട് ചെയ്യുന്ന ഈ സെല്ലുകളെല്ലാം തന്നെ നമ്മൾ ബയോപ്സിക്കൊക്കെ അയക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്നതിനായിട്ട് തീർച്ചയായിട്ടും എന്താണ് അതിൻ്റെതായിട്ടുള്ള റെക്കോർഡ്സുകളും കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് പാത്തോളജി റിപ്പോർട്ടിൽ എടുത്ത് പറയുന്നത്. ഇതിലെന്താണ് വേറെന്തെങ്കിലും പ്രത്യേകിച്ച് വേറെ ഒന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതില്ല. അതായത് ഈ ടിഷ്യൂകളൊക്കെ കളക്ട് ചെയ്ത് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതോടൊപ്പം തന്നെ ഇന്ന സമയത്ത് ഇന്ന പ്രൊസീജിയേഴ്സിലൂടെയാണ് ഈ ടിഷ്യൂകൾ കളക്ട് ചെയ്ത് ഇത്രയും ബയോപ്സിക്ക് വേണ്ടിയിട്ടൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ രേഖപ്പെടുത്തിയതിന് ആ ഒരു വിഭാഗം അല്ലെ, അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പാത്തോളജി റിപ്പോർട്ടിൽ സ്വീകരിക്കുന്നത്. ഓക്കെ, വീണ്ടും റേഡിയോളജി റിപ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം രോഗനിർണയത്തിന് വേണ്ടിയിട്ടുള്ള റേഡിയോളജി കാര്യങ്ങൾ അല്ലെ. റേഡിയോളജി കാര്യങ്ങളിൽ എന്തൊക്കെയായിരിക്കും റേഡിയോളജി വിഭാഗത്തിലുള്ളത്? ക്ലാസ് എടുത്തില്ലേ? റേഡിയോളജിയുടെ ചാപ്റ്റർ എടുത്തോ? എക്സ്റേ, പിന്നെ സ്കാന്, ഓക്കെ അത്തരത്തിലുള്ള MRI സ്കാൻ. ഓക്കെ,
അപ്പൊ എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ റെക്കോർഡ്സും അല്ലെ അവിടെ എന്താണ് ഇൻക്ലൂഡ് എക്സ്റേ, റേഡിയോ ആക്റ്റീവ് സ്കാനിങ്, തെർമോഗ്രാഫി, സ്റ്റീരിയോഗ്രാഫി ആൻഡ് അൾട്രാസോണോഗ്രാഫി അല്ലെ. അവിടെ നമുക്കറിയാം പലതരത്തിലുള്ള സ്കാനുകളുണ്ട് അല്ലെ. കുറച്ചും കൂടി എന്താണ് കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് അല്ലെ അൾട്രാസോണിക് സൗണ്ടുകൾ അല്ലെങ്കിൽ ഫ്രീക്വൻസി തരംഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ അൾട്രാസൗണ്ട് യൂസിങ് ഫ്രീക്വൻസി സൗണ്ടുകൾ വേവ്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്താണ് എക്സ്റേ സ്കാനിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഏത് തരത്തിൽ അല്ലെ ചെറിയത് മുതൽ നമ്മൾ എന്താണ് രോഗനിർണയത്തിന് വേണ്ടിയിട്ട് എടുക്കും അല്ലെ. ചെറിയ ചെറിയ ഫ്രാക്ചർ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു എക്സ്റേ ഒക്കെ എടുത്ത് അതിൽ നിന്ന് ക്ലാരിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അതേസമയം കുറച്ചും കൂടിയും ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള എക്സ്റേ അല്ലെ റേഡിയോളജിയുടെ വിഭാഗങ്ങളൊക്കെ ആയിട്ട് അല്ലെ അതിൻ്റെതായിട്ടുള്ള തലങ്ങൾ അനുസരിച്ചിട്ട് തന്നെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം റേഡിയോളജി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇത് എന്താണ് റേഡിയോളജിയിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആവാം, കാർഡിയോളജി റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആവാം, അങ്ങനെയുള്ള ചെറിയ ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിരിക്കും. അപ്പൊ ജസ്റ്റ് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാനുള്ളത് കൺസൾട്ടേഷൻ റിപ്പോർട്ട്. കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം പേഷ്യന്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് അല്ലെ. ആയിട്ട് അവരുടെ രോഗത്തിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ വെച്ചിട്ട് ഡോക്ടറിന്റെ ഇങ്ങോട്ടേക്കും എന്താണ് ഡിസിഷൻ അനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുത്ത് രോഗനിർണയം നടത്തി അതിന് വേണ്ടിയിട്ട് അല്ലെ അങ്ങനെ ചികിത്സിച്ച് അവരുടെ രോഗം ഭേദമാകാനായിട്ട് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിനെ സമീപിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ കൺസൾട്ടേഷൻ റിപ്പോർട്ടിലും പല കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡഡ് ആവുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് ആൻ ഒപ്പീനിയൻ ഓഫ് പേഷ്യൻസ് കണ്ടീഷൻ ബൈ എ സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ. ഓക്കെ, ഒപ്പീനിയൻ അതായത് ഇൻക്ലൂഡ്സ് ഒപ്പീനിയൻ പേഷ്യൻസ് കണ്ടീഷൻ, പേഷ്യന്റിന്റെ കണ്ടീഷൻ അല്ലേ ഫിസിഷ്യൻ എന്താണ് അഭിപ്രായം, അദ്ദേഹത്തിന്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിസിഷ്യന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ നിലവിലുള്ള പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് അതിൽ ഉൾപ്പെടുന്നു. Then this opinion is dependent upon review of the patient's medical record and examination of attending physician, the patient and conferencing with the attending physician. Okay, നമുക്കറിയാം അഡ്മിഷന് വരുമ്പോൾ മുതലുള്ള ഡീറ്റെയിൽസുകൾ ഉണ്ട് അല്ലെ. അവിടെ തീർച്ചയായിട്ടും എന്താണ് പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ അവലോകനം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പേഷ്യന്റിന് എന്തൊക്കെ രോഗങ്ങളാണ് നമുക്കറിയാം. ഒരു ഡോക്ടറെ പരിശോധനയ്ക്ക് വരുമ്പോൾ എന്താണ് പേഷ്യന്റിന്റെ ആദ്യ ഹിസ്റ്ററി ചോദിച്ചറിയും. അതെല്ലാം ഇവിടെ ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഇപ്പൊ എന്താണ് അതെല്ലാം തന്നെ കമ്പ്യൂട്ടറിൽ കൃത്യമായിട്ടുണ്ടാവും അല്ലെ. നേരത്തെ കുട്ടി വന്ന കാര്യങ്ങളും ഇപ്പോ നിലവില് എല്ലാ സ്റ്റേജിനെ കുറിച്ചിട്ടൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഡാറ്റാസ് ഉണ്ടാവും. അത് മനസ്സിലാക്കിയിട്ടാണ് അവർ എക്സാമിൻ ചെയ്യുന്നത് അല്ലെ. ആ ഡോക്ടർ സ്ഥിരീകരിക്കുന്നത് ഓക്കെ ഇന്ന കാര്യങ്ങൾ ഈ വ്യക്തിക്കുണ്ട് അല്ലെ. അതിനനുസരിച്ചിട്ടുള്ള റെക്കോർഡുകൾ പരിശോധിച്ച് കഴിയുമ്പോഴാണ് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള എന്താണ് ഡിസിഷനിലേക്ക് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ദിസ് ഒപ്പീനിയൻ ഈ ആശയത്തില് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ റിവ്യൂ ഓഫ് ദ പേഷ്യൻസ് മെഡിക്കൽ റെക്കോർഡ്. മെഡിക്കൽ റെക്കോർഡ് പരിശോധിച്ചിട്ടുള്ള ഒരു അവലോകനം അതിൽ ഉൾപ്പെടുന്നുണ്ട്. ആരുടെ ആശയങ്ങൾ വരുമ്പോൾ ആ ഒരു ഫിസിഷ്യന്റെ ആശയങ്ങൾ എന്താണ് പറയുമ്പോൾ അല്ലെ ഒരു ഫിസിഷ്യന്റെ ആശയങ്ങളിൽ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. Then an examination of attending physician, the patient and a conferencing with the attending physician. Okay, നമുക്കറിയാം പേഷ്യന്റിനോട് ബന്ധപ്പെട്ട് കഴിയുമ്പോഴുണ്ടാകുന്ന ഡീറ്റെയിൽസുകൾ അതോടൊപ്പം തന്നെ മെഡിക്കൽ റെക്കോർഡിന്റെ അവലോകനങ്ങൾ കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളും എന്തിൽ പെടുന്നുണ്ട്? കൺസൾട്ടേഷൻ റിപ്പോർട്ടിൽ പെടുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം ഒരു വ്യക്തിക്ക് ചിലപ്പോ പഴയ കാര്യങ്ങൾ ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. അടുത്ത മൊമെന്റിൽ അവർക്ക് അനുഭവപ്പെടുന്ന പെയിനും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഓർത്ത് ഒരു പക്ഷെ എന്താണ് പേഷ്യന്റ് ഡോക്ടറിനോട് പറഞ്ഞെന്ന് വരും. അതേസമയം നേരത്തെ ഉണ്ടായിരുന്ന കുറെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ധാരണ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിന് മെഡിക്കൽ റെക്കോർഡുകൾ അല്ലെങ്കിൽ മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ ജസ്റ്റ് പരിശോധിക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അത് രണ്ടും കൂടി കൂട്ടിക്കേർത്തിയിട്ടായിരിക്കും ഈ ഒരു കൺസൾട്ടേഷൻ റിപ്പോർട്ടിൽ അവർ അതിൻ്റെതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു പേഷ്യന്റ് ഇപ്പൊ ഒരു എന്താണ് ഡയബറ്റീസ് പേഷ്യന്റ് ആണെങ്കിലും മോസ്റ്റ്ലി അത് ഡോക്ടർ അത് റെപ്രസെന്റ് ചെയ്യട്ടെ. അത് എന്താണ് ഇദ്ദേഹം ഒരു ഡയബറ്റീസ് പേഷ്യന്റ് ആണ് എന്ന് ബേസ് ചെയ്തിട്ടായിരിക്കും ബാക്കി ഇപ്പോഴത്തെ നിലവിലെ സ്റ്റേജുകളൊക്കെ അവര് കുറിക്കുന്നത് അല്ലേ. അങ്ങനെയായിരിക്കില്ലേ? ശരിക്കോ? ഓക്കെ, അപ്പൊ അതാണ് അവിടെ ആ കൺസൾട്ടേഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് നോക്കാനത് അനസ്തേഷ്യ റിപ്പോർട്ട്സ് ആണ്. ഓക്കെ, അനസ്തേഷ്യക്ക് നമ്മൾ എപ്പോഴാണ് കൊടുക്കേണ്ടി വരുന്നത്?
എല്ലായ്പ്പോഴും അനസ്തേഷ്യ കൊടുക്കേണ്ടി വരും അല്ല, സർജറിയുടെ ഒക്കെ സമയത്ത് അനസ്തേഷ്യ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അനസ്തേഷ്യ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നത് എന്ന് നോക്കാം. ഇൻക്ലൂഡ്സ് മെഡിക്കേഷൻ ബിഫോർ ഓപ്പറേഷൻ, the amount of concentration of anesthesia given, time given and effect. Okay, അതിന് നമുക്കറിയാം അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ഏത് ഓപ്പറേഷന് മുമ്പായിട്ടാണ് ഇത് കൊടുത്തത്, ഈ അനസ്തേഷ്യ കൊടുത്തത്, the amount of concentration of anesthesia given അല്ലെ, എത്രത്തോളം അല്ലെ എത്രത്തോളം എമൗണ്ട് അനസ്തേഷ്യ കൊടുക്കേണ്ടതായിട്ട് വന്നു, മെഡിസിൻ കൊടുക്കേണ്ടതായിട്ട് വന്നു, ടൈം ഗിവൺ ആൻഡ് എഫക്ട്, എത്രത്തോളം സമയത്തിന് വേണ്ടിയിട്ടാണ് അനസ്തേഷ്യ കൊടുത്തത്, അതിന്റെ എഫക്ട് എത്രത്തോളം ഉണ്ടായിരുന്നു അല്ലെ, അതിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ അനസ്തേഷ്യ റിപ്പോർട്ടിൽ ഉണ്ടാകും. Then also includes anesthetic agent, the amount, the technique used to execute it, the effect and duration of the anesthetic, the temperature, pulse, respiration and blood pressure, etc. ഓക്കെ, നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ പേഷ്യന്റിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അനസ്തേഷ്യ കൊടുക്കുള്ളൂ അല്ലെ. ആ ടൈമിൽ അവരുടെ റെസ്പിറേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം ശ്വാസം അല്ലെ, അവരുടെ ശ്വാസം എടുക്കാനുള്ള ശേഷിയും പൾസും ടെമ്പറേച്ചറും ചൂടുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അല്ലെ, അതൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് അനസ്തേഷ്യ കൊടുക്കുക അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം എമൗണ്ട് അനസ്തേഷ്യ കൊടുക്കുന്നുണ്ട്, ഏത് രീതിയിലാണ് അനസ്തേഷ്യ കൊടുക്കുന്നത്, അതേമാതിരി തന്നെ എത്ര സമയത്തേക്ക് അനസ്തേഷ്യ കൊടുക്കുന്നുണ്ട്, അതിന്റെ എഫക്ട് എത്രത്തോളം സമയമുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ആ സമയത്ത് ആ വ്യക്തിക്കുള്ള പൾസും റെസ്പിറേഷൻ റേറ്റും ടെമ്പറേച്ചറും ബ്ലഡ് പ്രഷറും എല്ലാം തന്നെ അതില് ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെയാണോ? അപ്പൊ റിപ്പോർട്ടുകളെല്ലാം തന്നെ ജസ്റ്റ് മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഒന്ന് നോക്കാം അതിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നതെന്നുള്ള കാര്യം ജസ്റ്റ് ഓർത്തോർത്ത് പോവാം. അപ്പൊ നമുക്കറിയാം ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം ഓക്കെ ഇന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ, ഉൾപ്പെട്ടിട്ടുണ്ട്. അനസ്തേഷ്യ റിപ്പോർട്ടിൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ കൺസൾട്ടേഷൻ റിപ്പോർട്ടിൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടാവും. കൺസൾട്ടേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആരാണ് അല്ലെ, തീർച്ചയായിട്ടും നമുക്കറിയാം സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ ആയിരിക്കും അല്ലെ, അദ്ദേഹത്തിന്റെ ഇതിലായിരിക്കും കൺസൾട്ടേഷൻ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ അല്ലേ? പോകാലോ. ഓപ്പറേഷൻ റിപ്പോർട്ട്സ്. ഇനി ഓപ്പറേഷൻ റിപ്പോർട്ട്സിൽ എന്താന്ന് നോക്കാം. ഇൻക്ലൂഡ്സ് കൺസെന്റ് ഫോർ സർജറി, പ്രീ അനസ്തേഷ്യ, അനസ്തേഷ്യ ആൻഡ് പോസ്റ്റ് അനസ്തേഷ്യ റിപ്പോർട്ട്സ് ആൻഡ് ദ ഓപ്പറേറ്റീവ് റിപ്പോർട്ട്സ്. ഓക്കെ, ഒരു ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആക്കി കിടത്തിയിട്ടൊക്കെയാണ് വലിയ അല്ലെ സർജറികളൊക്കെ നിർവഹിക്കുന്നത്. അപ്പൊ അതിനോടൊപ്പം തന്നെ ഈ ഓപ്പറേഷന് മുമ്പ് തന്നെ സമ്മതപത്രങ്ങളൊക്കെ കൺഫേം ചെയ്തതിനു ശേഷം അല്ലെ, സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഓപ്പറേഷന് വിധേയമാകുള്ളൂ. കാരണം നമുക്കറിയാം അല്ലെങ്കിൽ സമ്മതം കൂടാതെ ഓപ്പറേഷൻ നടപടികൾ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ റിപ്പോർട്ടില് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആകുമോ, ഇൻക്ലൂഡ്സ് കൺസെന്റ് ഫോർ സർജറി, സർജറിയുമായി ബന്ധപ്പെട്ട സമ്മതം, പ്രീ അനസ്തേഷ്യ, അനസ്തേഷ്യന് മുമ്പുള്ള കാര്യങ്ങള്, അനസ്തേഷ്യ, അനസ്തേഷ്യയുടെ ടൈമിലുള്ള കാര്യങ്ങൾ, പോസ്റ്റ് അനസ്തേഷ്യ അല്ലെ, അനസ്തേഷ്യക്ക് ശേഷമുള്ള റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം അതിലെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അതായത് ആ സമയത്തുള്ള എല്ലാ ഡീറ്റെയിൽസുകളും അതിൽ ഉൾപ്പെടുത്തുന്നു. തന്നെ പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് ഷുഡ് ബി റെക്കോർഡഡ് ബിഫോർ സർജറി. ഓക്കെ, നമുക്കറിയാം സർജറിക്ക് മുമ്പ് തന്നെ എന്താണ് അല്ലെ രോഗനിർണയം നടത്തിയത്. നമുക്കറിയാം തീർച്ചയായിട്ടും സർജറി നടത്തുന്നത് എന്തെങ്കിലും രോഗലക്ഷണം കണ്ടിട്ടായിരിക്കും അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അതിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. എന്താണ് ഇറ്റ് ഇൻവോൾവ്സ് ഫുൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഡിറ്റക്ഷൻ ബോത്ത് നോർമൽ ആൻഡ് അബ്നോർമൽ, ദ ഓർഗൻ എക്സ്പ്ലോർഡ്, എന്താണ് പ്രൊസീജിയേഴ്സ്, സ്ട്രക്ചർ, ട്രെയിൻസ് ആൻഡ് സ്പോഞ്ചസ് യൂസ്ഡ്, നെയിം ഓഫ് സർജൻസ് ആൻഡ് അസിസ്റ്റൻസ്. ഓക്കെ, അതായത് നമുക്കറിയാം ഇതിലെ പല കാര്യങ്ങളും അതിൽ ഇൻവോൾവഡ് ആണ് അല്ലെ. ഓപ്പറേറ്റിംഗ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതില് പല കാര്യങ്ങളും ഇൻവോൾവഡ് ആണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരണം വേണം അല്ലെ. നോർമൽ ആൻഡ് അബ്നോർമൽ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള എന്തൊക്കെ മാറ്റേഴ്സ് കണ്ടിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ കാര്യങ്ങൾക്ക് വിധേയമായത്. അപ്പൊ അത്തരത്തിലുള്ള ഡീറ്റെയിൽസുകൾ വേണം. അതേപോലെ തന്നെ അതുകൊണ്ടാണ് പറയുന്നത് സാധാരണവും അസാധാരണവുമായ കണ്ടെത്തലുകൾ അല്ലെ, അതിന്റെ പൂർണ്ണ വിവരങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം. നമുക്കറിയാം ഓപ്പറേഷന്റെ നേരത്തായിരിക്കും എല്ലാം നമുക്കറിയാം ഒരു ഓപ്പറേഷൻ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഒരു സ്കാനിങ് റിപ്പോർട്ട് കഴിയുമ്പോൾ നോർമൽ ഇന്തൊക്കെയാണ്, പക്ഷെ അബ്നോർമൽ ആയിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ. അങ്ങനെ നോർമലും അബ്നോർമലും അവിടെ വെറൈറ്റി ആയിട്ട് തന്നെ അല്ലെ വെരിഫൈ ചെയ്ത് തന്നെ ക്ലിയർ ആയിട്ട് പ്രതിപാദിച്ചിരിക്കണം.
അതേമാതിരി തന്നെ എന്താണോ ഓർഗൻസ് എക്സ്പ്ലോർഡ് പ്രൊസീജിയർ അല്ലെ അത്തരത്തിലുള്ള ഏത് പൂർണ്ണമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇൻ കേസ് അവയവങ്ങളുടെ നടപടിക്രമങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ അതിന്റെ നടപടിക്രമങ്ങൾ അതിന്റെ ഘടന അതെങ്ങനെയാണ് കൈകാര്യം ചെയ്തത് അതിന്റെ എന്താണ് സ്വിറ്റ്വേഴ്സ് എന്ന് വെച്ച് പറയുന്നത് എന്താണ് എന്ത് രീതിയിലാണ് തുന്നൽ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അല്ലെ എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് റെയിൻ ആൻഡ് സ്പോഞ്ച് യൂസ് എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത് നെയിം ഓഫ് ദ സർജൻസ് ആൻഡ് അസിസ്റ്റന്റ് ആരൊക്കെ ഏതൊക്കെ സർജൻ ഉപയോഗിച്ചിട്ടാണ് ഇത്തരം പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തിയിരിക്കുന്നത് അസിസ്റ്റൻസ് ആരൊക്കെയായിരുന്നു അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഓക്കെ, അപ്പൊ ഒരു സർജനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സർജറിയുമായി ബന്ധപ്പെട്ട നോർമൽ കാര്യങ്ങൾ അബ്നോർമൽ അസാധാരണമായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടെത്തലുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. പിന്നെ ഏത് അല്ലെ സൂചിയും നൂലും എന്നൊക്കെ പറഞ്ഞ മാതിരി തന്നെ ഏത് ത്രെഡും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത് ആ നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും ഓർഗൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകള് then എന്താണ് ഏത് ഡോക്ടേഴ്സ് ആണ് ആരാണ് അസിസ്റ്റന്റ് ആയിട്ട് ഉണ്ടായിരുന്നവര് അതിനുള്ള എല്ലാ ഡീറ്റെയിൽസുകളെല്ലാം തന്നെ ഓപ്പറേഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ാണോ? ഓക്കെ, നമ്മള് ഓരോരോ റിപ്പോർട്ടുകളും മനസ്സിലാക്കുക അതിൽ ഓരോന്നിലും എന്തൊക്കെ കണ്ടന്റുകളാണ് അല്ലെ ഒരടക്കം മനസ്സിലാക്കുക അതൊക്കെ അതിൽ എന്തൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇനി റിക്കവറി റൂം റെക്കോർഡാണ്. റിക്കവറി റൂം റെക്കോർഡ് എന്ന് പറയുന്നത് അതായത് മാറ്റങ്ങൾ അല്ലെ ഒന്ന് റിക്കവർ ചെയ്തു ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലുള്ള റിപ്പോർട്ട്. It involves a complete record for from the time the patient leaves the operating room till the reaches the nursing room. Okay, അവിടെ നമുക്കറിയാം അവിടെ എത്രത്തോളം നേരം അല്ലെ അവിടെ കടന്നതിന് ശേഷം എവിടം വരെയാണ് അല്ലെ ഏതൊരു സമയത്താണെങ്കിലും കുറച്ച് നേരം ഒബ്സർവേഷൻ കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം മാത്രമാണ് അവർക്ക് വാർഡിലേക്കോ റൂമിലേക്കൊക്കെ പോകാനായിട്ടുള്ള സാഹചര്യം എടുക്കുള്ളൂ അല്ലെ. So it involves a complete record from the time the patient leaves of the operating room. Operating roomൽ നിന്ന് കൊണ്ടുവന്ന് ഒബ്സർവ് ചെയ്യുന്ന ടൈമിലുള്ള ഡീറ്റെയിൽസുകളൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്. ആ റീച്ചിങ് നഴ്സിംഗ് റൂമിൽ എത്തിപ്പെടുന്ന സമയം അല്ലെ ആ ഒബ്സർവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തുന്നത് ഏത് റൂമിലാണ് റിക്കവറി റൂം റെക്കോർഡിലാണ് ഉൾപ്പെടുത്തുന്നത്. വീണ്ടും നഴ്സിംഗ് നോട്ട്സ്. നമ്മൾ നഴ്സിംഗ് നോട്ട്സ് എന്ന് പറയുന്നത് it includes the nurse's observation of the patient care and treatment given to the patient and the patient's response to the treatment. ഇതില് നമുക്കറിയാം it includes the nurse's observation of the patient. നമുക്കറിയാം സുമാരുടെ റിപ്പോർട്ടിൽ എപ്പോഴും എന്താണ് അവര് അല്ലെ പേഷ്യന്റിന്റെ ഒബ്സർവേഷൻ കാര്യം അവരായിരിക്കും ഏറ്റവും കൂടുതൽ പേഷ്യന്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടില് എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തു എന്തൊക്കെ കാര്യങ്ങളായിരുന്നു വന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു അല്ലെ അതില് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് കൊടുത്തത് അതേമാതിരി തന്നെ പേഷ്യൻസിന്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു ഓരോ ട്രീറ്റ്മെന്റും കൊടുത്തപ്പോഴുണ്ടായിരുന്ന റെസ്പോൺസുകൾ എന്തായിരുന്നു എന്നുള്ള പ്രതികരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതൊക്കെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം. Then വീണ്ടും it narrates the patient's requirements, problems, capabilities and limitations in respect of the patient's behavior. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അവരായിട്ട് ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് ആരാണ്? നഴ്സുമാരാണ് അല്ലെ. ആണോ? അറിയല്ലേ? ഡോക്ടേഴ്സ് ഒക്കെ റൗണ്ട്സിന് വന്നൊന്ന് ചെക്കപ്പ് ഒക്കെ ചെയ്ത് പോകും അല്ലെ. കൂടുതലായിട്ട് ഇടപെടുന്നത് നഴ്സുമാരാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം it narrates the patient's requirements, അവരുടേതായിട്ടുള്ള ആവശ്യകതകൾ അല്ലെ. അവർക്ക് ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു, അവർക്ക് ഇന്നതിന്റെ സപ്പോർട്ടിങ് ആവശ്യമായിട്ട് വന്നു, അല്ലെങ്കിൽ അവർക്ക് എപ്പോഴെപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ എന്താണ് ചൂട് അല്ലെ അവർക്ക് ടെമ്പറേച്ചർ കൂടുതലായിട്ട് തോന്നിയായിരുന്നു അനുഭവപ്പെട്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് പെയിൻ ഉള്ളതായിട്ടൊക്കെ അനുഭവം പറഞ്ഞിരുന്നു. അങ്ങനെ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങള് പ്രോബ്ലംസുകള് കേപ്പബിലിറ്റീസ് ലിമിറ്റേഷൻസ് അല്ലെ അവർക്കുണ്ടായിരിക്കേണ്ട ഉള്ള അപാകതകളെല്ലാം തന്നെ അവർക്ക് കൃത്യമായിട്ട് തന്നെ അതിൽ രേഖപ്പെടുത്താനായിട്ട് ഉണ്ടാവും. ഇൻ റെസ്പെക്ട് ഓഫ് പേഷ്യൻസ് ബിഹേവിയർ നമുക്കറിയാം ചില മെഡിസിൻസ് ഒക്കെ കൊടുക്കുമ്പോൾ അവരിൽ ഉണ്ടായിരുന്ന ആ ബിഹേവിയറൽ ചേഞ്ചസ് അല്ലെ ചിലപ്പോ ഒക്കെ ഭയങ്കര പെയിൻ വരാനായിട്ട് നമുക്കറിയാം ഇന്ന മെഡിസിൻസ് ഇത്ര സമയം അവർക്ക് കൊടുത്തതിന് ശേഷം അവർക്ക് പെയിൻ അല്ലെ കൺട്രോളബിൾ ആയിട്ട് പ്രകടിപ്പിച്ചു, അതുകൊണ്ടാണ് ഇന്ന മെഡിസിൻസ് കൊടുത്തത് അല്ലെ. അങ്ങനെയൊക്കെ ഉള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം എന്താണ് നോട്ട്സിലുണ്ട്. അതേമാതിരി തന്നെ ദിസ് ഡോക്യുമെന്റ്സ് ഇൻക്ലൂഡ്സ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് നഴ്സിംഗ് മെഷേഴ്സ്
which has to be taken to facilitate the medical care provided. Okay. അതില് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ കൊടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതായത് നഴ്സിംഗ് മെഷർ വിച്ച് ഹാസ് ടു ബി ടേക്കൺ ഫെസിലിറ്റേറ്റ് ദ മെഡിക്കൽ കെയർ പ്രൊവൈഡ്. എന്ത് മെഡിക്കൽ കെയർ ആണ് അവർക്ക് സൗകര്യപൂർവ്വം കൊടുത്തത്, അല്ലെ? നമുക്കറിയാം ചിലപ്പോ വേണമെങ്കിൽ നെബുലൈസിന്റെ ഒക്കെ, അല്ലെ, നമുക്കറിയാം റെസ്പിറേറ്ററി പ്രോബ്ലം ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ അഡീഷണൽ ആയിട്ട് ഇവർ കൊണ്ടുവന്ന് അതിന്റെ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ, അല്ലെ, ഇന്ന് ഇത്ര സമയം ഈ ഒരു ഇത് ഉപയോഗിച്ചു, ഇത്രയും ഇതുള്ള മെഡിസിൻ ആണ് അവർ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യൻ എക്യുപ്മെന്റ്സ് അവർ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് തന്നെ അതിന്റെ മെഷർമെന്റ്സും കാര്യങ്ങളും, പിന്നെ എത്രത്തോളം ഉള്ള ഗുളികകളാണ്, അല്ലെ, നമുക്കറിയാം എത്രത്തോളം ഡോസ് ഉള്ളത് അനുസരിച്ചിട്ട് അതിൻ്റെതായിട്ടുള്ള ഉപയോഗം അനുസരിച്ചിട്ടാണ് ആ മെഷീൻ എല്ലാം ഓപ്പറേറ്റ് ചെയ്തത്. അപ്പൊ നമുക്കറിയാം അവർക്ക് എത്രത്തോളം ഡോസേജുകളൊക്കെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ നഴ്സിംഗ് ലോഡ്സിൽ നമുക്കറിയാം ആ രോഗിയുമായി ബന്ധപ്പെട്ട, അല്ലെ, അവരുടേതായിട്ടുള്ള ആവശ്യകതകളും അവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാനായിട്ട് ഇവര് സ്വീകരിച്ച നടപടികള്, അതിലുണ്ടായ റെസ്പോൺസുകള്, അല്ലെങ്കിൽ അവര് ഇമോഷണൽ ആയിട്ടുള്ള ബിഹേവിയറൽ ആയിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസുകള്, അങ്ങനെ ആ ഒരു പേഷ്യന്റിനെ ഡീൽ ചെയ്യുമ്പോഴുണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഓക്കെയാണോ? ഇപ്പൊ നഴ്സസ് റിപ്പോർട്ടിലും ഇങ്ങനെ ചോദ്യങ്ങൾ ഏതില് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം, അല്ലെ? പൊതുവെ ചെറിയ ചെറിയത് ഒക്കെ നമ്മൾ എന്താ പറയുക മനസ്സിലാക്കി പോകാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഒരു TPR, ഇതൊക്കെ എന്താന്നൊക്കെ ഉദ്ദേശിച്ച് മനസ്സിലാക്കി തന്നെ പോകും. TPR എന്ന് പറയുന്നത് എന്താണ്? TPR ചാർട്ട്. TPR ചാർട്ട് എന്ന് പറയുന്നത് ദ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ ആൻഡ് ബ്ലഡ് പ്രഷർ മെഷർമെന്റ് ആർ ലിസ്റ്റഡ് ഇൻ ദിസ് ഫോം. ഓക്കെ, TPR ചാർട്ട് തയ്യാറാക്കിയ ഫസ്റ്റ് TPR എടുത്തോളൊക്കെ ഉള്ള രീതിയിൽ, അല്ലേ, അവരുടേതായിട്ടുള്ള ഭാഷയിൽ നിന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ എന്താണ് ആക്ച്വലി എന്താണ് അവിടെ അത്തരത്തിലുള്ള, അല്ലെ, ഒരു അബ്രിവേഷൻ ആണ്, അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ അബ്രിവേഷൻ ആണ്. ടെമ്പറേച്ചർ രേഖപ്പെടുത്തുക, പൾസ്, റെസ്പിറേഷൻ റേറ്റ്, അല്ലെ, നമുക്കറിയാം ഓക്സിജൻ ഒക്കെ എടുക്കാനുള്ള കപ്പാസിറ്റി കാര്യങ്ങൾ, അല്ലെ, ആ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ബ്ലഡ് പ്രഷർ മെഷർമെന്റ്, ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ ഫോമിൽ രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം അതൊക്കെ എന്താണ് നേരത്തെ കൂട്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഫോമാറ്റ് ആയിരിക്കും. അപ്പൊ ഓരോ പേഷ്യന്റിനെ വരുമ്പോൾ ജസ്റ്റ് ഫസ്റ്റിൽ തന്നെ ഇത്തരത്തിലുള്ള TPR ചാർട്ട് എടുക്കേണ്ടതുണ്ടെങ്കിൽ, യെസ്, അപ്പൊ അതില് ചിലപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ വരാം, അല്ലെ? അപ്പൊ TPR R റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചിട്ടാണ് നമുക്കുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ P റെപ്രസെന്റ് ചെയ്യുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. P റെപ്രസെന്റ് ചെയ്യുന്നത് പൾസസ്, അല്ലെ, പൾസ് റേറ്റിനെ കുറിച്ചിട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. നെക്സ്റ്റ് എന്താണ്? മെഡിക്കേഷൻ ഷീറ്റ്. മെഡിക്കേഷൻ ഷീറ്റ് എന്ന് പറയുന്നത് നോക്കാം. ഇറ്റ് പ്രൊവൈഡ്സ് ഡോക്യുമെന്റേഷൻ ഓഫ് ദ മെഡിസിൻസ് ഗിവൺ ഓറലി ടോപ്പിക്കലി ബൈ ഇൻഹാലിറ്റേഷൻ ആൻഡ് ഇൻഫ്യൂഷൻ. ഓക്കെ, അതായത് നമുക്കറിയാം ചിലവർക്ക് ചില മെഡിസിൻസ് ഒക്കെ ആയക്കൂടെ കൊടുക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാവും, വലിയ കുഴപ്പമില്ലാത്ത പേഷ്യൻസ് ആയിരിക്കും. ചിലർക്ക് എന്താണ് ചിലപ്പോൾ എന്താണ് ട്യൂബിലൂടെ ഒക്കെ കൊടുക്കേണ്ടതായിട്ട്, അല്ലെങ്കിൽ സിറിഞ്ചിലൂടെ ഒക്കെ ഇൻജെക്ട് ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരാം, അല്ലേ? അങ്ങനെ ഉണ്ടാവില്ലേ? അപ്പൊ അതുകൊണ്ടാണ് അവിടെ പറയുന്നത് എന്താണ്, ഏത് രീതിയിലാണ് ഈ മെഡിസിൻസ് കൊടുക്കണേന്നുള്ളത് കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തണം. ഇറ്റ് പ്രൊവൈഡ്സ് ഡോക്യുമെന്റേഷൻ ഓഫ് മെഡിസിൻസ് ഗിവൺ ഓറലി ടോപ്പിക്കലി then by inhalation and infusion. ചിലപ്പോ ചിലതൊക്കെ വായിലൂടെ കൊടുക്കാനായിട്ട് സാധിക്കും, ചിലതൊക്കെ ഇൻഹാലിറ്റേഷൻ അല്ലെങ്കിൽ ഇൻഫ്യൂഷൻ, അല്ലെ, നമുക്കറിയാം ഞരമ്പിലൂടെയൊക്കെ അവർക്ക് ഇത്തരത്തിലുള്ള മെഡിസിൻസ് ലഭ്യമാക്കേണ്ടതുണ്ടാവാം. അപ്പൊ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. ദ ഡേറ്റ്, ടൈം, നെയിം ഓഫ് എ ഡ്രഗ്, ഡോസ് ആൻഡ് റൂട്ട് ബൈ വിച്ച് ഇറ്റ് വാസ് ഗിവൺ ആസ് ഡോക്യുമെന്റഡ് ആഫ്റ്റർ ദ ഡ്രഗ് ഹാസ് അഡ്മിനിസ്ട്രേഡ്. നമുക്കറിയാം ഇങ്ങനെ, അല്ലെ, കൃത്യമായിട്ട് തന്നെ ഒരു മെഡിസിൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏത് സമയത്ത്, ഏത് ദിവസം, ഏത് സമയത്ത്, ഏത് നേരത്താണ് അത് കൊടുത്തത്, എത്രത്തോളം ഡോസിലാണ് അത് കൊടുത്തത്, ഏത് തരത്തിലുള്ള മരുന്നാണ് കൊടുത്തത്, ദെൻ അത് ഏത് വഴിയാണ് കൊടുത്തത്, അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞത് ഞരമ്പ് വഴിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൂടെയാണോ കൊടുത്തത്, ആ മരുന്ന് അവർക്ക് ലഭ്യമാക്കി കൊടുത്തത് എന്നുള്ള കാര്യവും കൃത്യമായിട്ട് തന്നെ അതിൽ രേഖപ്പെടുത്തണം. ഓക്കെ, മെഡിക്കൽ ഷീറ്റ്. മെഡിക്കൽ ഷീറ്റ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ മെഡിസിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർത്താൽ മതി.
അവിടെ പക്ഷെ കൃത്യമായിട്ട് ഓർക്കുക ഇന്ന സമയം ഇത്രത്തോളം ഡ്രഗ് ഇത്ര സമയത്ത് ആണൊക്കെ കൊടുത്തത്, ഇന്ന രീതിയിലാണ് അവർക്ക് നൽകിയത് എന്നുള്ള കാര്യം ഓർക്കുക. അല്ലേ, കണ്ടിന്യൂ ചെയ്യാലോ. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് മിസ്ലേനിയസ് റിപ്പോർട്ട്സ്. മിസ്ലേനിയസ് റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? The specialized care unit of the hospital such as ICU, CCU, etc. are included in this form. Miscellaneous റിപ്പോർട്ടിൽ വരുന്ന ഫോമുകളാണ് ഏതൊക്കെ? ICU, CCU. എന്താണ് ICU എന്ന് പറയുന്നത്? ICU റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ. CCU critical care unit. CCU critical care unit. Okay. ICU intensive care unit, CCU critical care unit. Okay. അപ്പൊ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മിസ്ലേനിയസ് റിപ്പോർട്ടിലാണ് പെടുന്നത്. Then physical therapy. ഫിസിക്കൽ തെറാപ്പി എന്ന് പറയുന്നത് നമുക്കറിയാം. ഫിസിക്കൽ തെറാപ്പീസും കുറെ ഉണ്ട് അല്ലെ. നമുക്ക് പലതരത്തിലുള്ള ഫിസിക്കൽ തെറാപ്പികളുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. ഇറ്റ് ഗീവ്സ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ അസസ്മെന്റ് ആൻഡ് ട്രീറ്റ്മെന്റ്സ് വിച്ച് ഇൻക്ലൂഡ് ദ യൂസ് ഓഫ് എക്സസൈസ്, heat, cold, water, electricity, ultrasound, and physical means to bring back the patient to useful activity. Okay, നമുക്കറിയാം രോഗിയെ ആരോഗ്യവാനാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇതുകൾ കൊടുക്കുന്നത് അല്ലെ. നമുക്കറിയാം ചിലപ്പോ ആക്സിഡന്റ് ഒക്കെ വന്ന് അല്ലെങ്കിൽ സ്ട്രോക്ക് ഒക്കെ വന്ന് ഒരു വശമൊക്കെ തളർന്നു പോകുന്ന വ്യക്തികൾക്കൊക്കെയാണ് ഫിസിക്കൽ തെറാപ്പി കൊടുക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏത് രീതിയിലാണ് അല്ലെ, നമുക്കറിയാം ചികിത്സയുടെ ഭാഗമായിട്ട് ഇന്ന രീതിയിലുള്ള തെറാപ്പികളായിരിക്കും ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത്. അപ്പൊ ആ രീതിയിലുള്ള തെറാപ്പികളുടെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഫിസിക്കൽ തെറാപ്പിയുടെ റെക്കോർഡിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. It gives a description of the assessment and the treatments which include the use of exercise. Okay, നമുക്ക് എക്സസൈസ് ചെയ്യണമെന്നാണ് അല്ലെ. അപ്പൊ അങ്ങനെയെങ്കിൽ ആ എക്സസൈസിന്റെ ഉപയോഗം എന്താണ്? ഹീറ്റ്, കോൾഡ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, അൾട്രാസൗണ്ട് ആൻഡ് ഫിസിക്കൽ മീൻസ് ടു ബ്രിങ് ബാക്ക് ദ പേഷ്യന്റ് യൂസ്ഫുൾ ആക്ടിവിറ്റി. അങ്ങനെ ഉപയോഗപ്രദമായിട്ടുള്ള ആക്ടിവിറ്റി വെച്ച് എന്തെങ്കിലും ഈ ട്രെയിനിങ് ഫിസിക്കൽ ആയിട്ടുള്ള തെറാപ്പി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ടുള്ള രീതിയിൽ തന്നെ ആ ഒരു തെറാപ്പിയുടെ ഡീറ്റെയിൽസ് അവിടെ ഉൾപ്പെടുത്തേണ്ടതാണ്. ഓക്കെ അല്ലേ, ഒരടിക്കുന്നില്ലല്ലോ അല്ലേ. വായിച്ചു നോക്കാട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. സ്പീഡൊന്നും ഇല്ലല്ലോ. ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. നമുക്ക് നോക്കാം അടുത്തതായിട്ട് എന്താണ് സോഷ്യൽ സർവീസ് ഡാറ്റ. സോഷ്യൽ സർവീസ് ഡാറ്റ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരേപോലെയുള്ള പേഷ്യൻസ് ആവണമെന്നില്ല അല്ലെ. ഫിനാൻഷ്യലി സൗണ്ട് കുറഞ്ഞ പേഷ്യൻസ് ഒക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട് അല്ലെ.
It must consist of background, social information, and the problems identified by the patient is the family and the social worker. Okay. അതായത് രോഗിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടുകൾ ചിലപ്പോഴെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായ വ്യവസ്ഥകളൊക്കെ ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ അവരുടേതായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസും കൂടി കളക്ട് ചെയ്യണം അല്ലെ. സോഷ്യൽ സർവീസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡാറ്റ കളക്ഷൻ ആണിത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ഇൻഫോർമേഷനുകൾ അല്ലെ, ഇന്ന അതിന്റെ മെമ്പർഷിപ്പ് ഒക്കെ ഉള്ള വ്യക്തികളാണ്, അവരുടെ പൂവർ ആയിട്ടുള്ള ഫിനാൻഷ്യലി പൂവർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ തെളിയിക്കുന്ന കാര്യങ്ങള്. അതിന്റെ പ്രോബ്ലംസ് ഐഡന്റിഫൈഡ് ദ പേഷ്യന്റിന്റേതായിട്ടുള്ള പ്രോബ്ലംസ് എന്താണ്, ഫാമിലി ആൻഡ് ദ സോഷ്യൽ വർക്കർ. ഓക്കെ, അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സോഷ്യൽ വർക്കറിന്റെ സഹായങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, ഇന്ന വ്യക്തികളിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ കൽപ്പിച്ചിട്ടുണ്ട് അല്ലെ, പിന്നെ അല്ലെങ്കിൽ ഡോക്ടറിന്റെ സേവനത്തിൽ നിന്ന് ഇത്രയും ഡിഡക്ഷൻ ലഭ്യമാക്കിയിട്ടാണ് ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് സോഷ്യൽ സർവീസ് ഡാറ്റയിൽ ഉൾപ്പെടുത്തുന്നത്. അതായത് രോഗിയും അവരുടെ കുടുംബ പശ്ചാത്തലവും അല്ലെ, അതിൻ്റെതായിട്ടുള്ള സാമൂഹിക വിവരങ്ങള്, പ്രശ്നങ്ങള്, സാമൂഹിക സേവന ഡാറ്റകൾ ഇതെല്ലാമാണ് എന്തിന് സോഷ്യൽ സർവീസ് ഡാറ്റയിൽ ഉൾപ്പെടുത്തുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് സമ്മറിയൊക്കെ ഡിസ്ചാർജ് പ്രോസസ് അല്ലെ, അവിടെ ഒരു ചാപ്റ്ററിലൊക്കെ നിങ്ങൾ ധാരാളം പഠിച്ചേക്കുന്നതാണ്. ഇനി ഡിസ്ചാർജ് സമ്മറി നോക്കാം. ഇറ്റ് ഈസ് എ ബ്രീഫ് റിക്കാപ്പിറ്റുലേഷൻ ഓഫ് ദ പേഷ്യൻസ് കോഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽ. ഓക്കെ, നമുക്കറിയാം രോഗിയുടെ ഗതികൾ അല്ലെ, ഹ്രസ്വമായിട്ടുള്ള ഒരു പുനരാവിഷ്കരണമാണ് ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുന്നത്. അതാണ് പറയുന്നത് റീക്യാപിറ്റുലേഷൻ ഓഫ് ദ പേഷ്യൻസ് കോഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിനെ കുറിച്ചിട്ട് ഒരു ചെറിയ ഒരു ബ്രീഫ് ആയിട്ടുള്ള റീക്യാപിറ്റുലേഷൻ അല്ലെ. Then it involves the reasons for a hospitalization, significant findings from the examination, procedures, therapies given and response, condition at the time of discharge, and instruction provided regarding medication, physical activities, diet, and follow-up care. അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, പ്രധാനമായിട്ടും ഏതൊക്കെ എന്ത് കാരണം കൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് അഡ്മിഷൻ വന്നത് അല്ലെ, അതിൻ്റെതായിട്ടുള്ള റീസൺ കാര്യങ്ങള്, സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ്. ഇനി ഹോസ്പിറ്റലിൽ വന്നിട്ട് നമുക്കറിയാം ഹോസ്പിറ്റലിൽ വരുമ്പോഴാണ് പല കാര്യങ്ങളും കണ്ടെത്തുന്നത് അല്ലെ. അവര് എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തിയത്, എക്സാമിൻ നടത്തി കഴിഞ്ഞപ്പോ പരിശോധന കാര്യങ്ങളൊക്കെ നടത്തിയപ്പോ എന്തൊക്കെ കണ്ടെത്തി, അതിന്റെ നടപടിക്രമങ്ങള്, തെറാപ്പീസ് എന്തൊക്കെയാണ് കൊടുത്ത അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങള്, അതേമാതിരി തന്നെ ഇതെല്ലാം കൊടുത്തിട്ടുള്ള റെസ്പോൺസുകൾ എന്തൊക്കെയായിരുന്നു, ദെൻ കണ്ടീഷൻ അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജ്. ഡിസ്ചാർജിന്റെ സമയമായപ്പോൾ നിലവിൽ എന്തൊക്കെ കണ്ടീഷനാണ്, വന്ന കണ്ടീഷനിൽ നിന്ന് എന്തായാലും ഭേദഗതികൾ വരുത്തിയിട്ടായിരിക്കും പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വേരിയേഷൻ ഒക്കെ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങള്. ദെൻ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് റിഗാർഡിംഗ് മെഡിക്കേഷൻ, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ദെൻ എന്താണ് ഡയറ്റ് ആൻഡ് ഫോളോ അപ്പ് കെയർ. അപ്പൊ നമുക്കറിയാം ഒരു രോഗീനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവരൊന്നും പറയാതെ അങ്ങനെ പറഞ്ഞിരിക്കുകയാണോ ചെയ്യുന്നത്, ആണോ? അവർക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കില്ലേ? അല്ല അല്ലെ, അവർക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തീർച്ചയായിട്ടും ലഭ്യമാക്കും. ആ ഇൻസ്ട്രക്ഷൻസിൽ പല കാര്യങ്ങളും പെടും അല്ലെ. അവിടെ എന്താണ്, അവിടെ മെഡിസിൻസ്, ഇന്ന മെഡിസിൻസുമായി ബന്ധപ്പെട്ട കുറെ ഡീറ്റെയിൽസ് ഉണ്ടാവാം. അതേമാതിരി തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഇന്ന ചിലപ്പോ എക്സസൈസ് ഒക്കെ ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കരുത് അല്ലെ. നമുക്കറിയാം ഷുഗറുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ മധുരം കഴിക്കരുതെന്ന്, അല്ലെങ്കിൽ പ്രഷർ അല്ലെ, ഉപ്പ് കഴിക്കരുത്, അങ്ങനെയൊക്കെയുള്ള കൃത്യമായിട്ടുള്ള നിബന്ധനകളൊക്കെ കൊടുത്തിട്ടായിരിക്കും അവരെ ഡിസ്ചാർജ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിന് ഉൾക്കൊള്ളേണ്ടതാണ്. ഇതിനെ വീണ്ടും പറയുന്നുണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഡയറ്റ് ആൻഡ് ഫോളോ അപ്പ് കെയർ. ഇനി എന്ന് വരണം അല്ലെ, ഇതിനുശേഷം എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തണോ, ടെസ്റ്റിന്റെ റിസൾട്ട് ആയിട്ടാണോ വരേണ്ടത്, ഓക്കെ, അത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുന്നു. ഓക്കെ അല്ലേ? ാണ് then assembling of medical record forms. എന്തൊക്കെ മെഡിക്കൽ റെക്കോർഡ്സ് ഫോമുകളാണ് അസംബിൾ ചെയ്യേണ്ടത് നോക്കാം. The arrangement of forms with the folder is as follows: outpatient, correspondence, investigations, inpatient. 4 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് റെസ്പോണ്ട് ചെയ്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞത്?
ഔട്ട് പേഷ്യന്റ് കറസ്പോണ്ടൻസ്, ഓക്കെ. ഇൻവെസ്റ്റിഗേഷൻസ് കൊടുക്കാം. ഔട്ട് പേഷ്യന്റും ഇൻ പേഷ്യന്റും ആണ് എല്ലാവർക്കും ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ. അപ്പൊ എന്താണ് അതില് പറയുന്നത്? അസംബ്ലിന്റെ മെഡിക്കൽ റെക്കോർഡ് ഫോമുകൾ നോക്കുവാണെങ്കിൽ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഔട്ട് പേഷ്യന്റ്, കറസ്പോണ്ടൻസ്, ഇൻവെസ്റ്റിഗേഷൻസ്, ഇൻ പേഷ്യന്റ്. ഞാൻ അതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ജസ്റ്റ് അത് മാത്രം പറഞ്ഞു പോയത്. അതിൽ നോക്കാൻ എന്താ പറയുന്നത്? ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ എന്താണ്? കണ്ടെയ്ൻ ഔട്ട് പേഷ്യന്റ് ഫോം ആൻഡ് ഔട്ട് പേഷ്യന്റ് ഫോളോ അപ്പ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അതർ ഫോംസ് ആർ അറ്റാച്ച്ഡ് ആസ് റിക്വയർഡ്. അതായത് നമുക്കറിയാം, ഒരു ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ അവിടെ എന്താണ്, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് പോകും. അവര് കിടക്കാൻ നിൽക്കോ? ഹെൽത്ത് പേഷ്യന്റ് ആണോ? അല്ല, അല്ലെ? അപ്പൊ കണ്ടെയ്ൻ ഔട്ട് പേഷ്യന്റ് ഫോം എന്താണ്? ഔട്ട് പേഷ്യന്റ് ഫോളോ അപ്പ് ചെയ്യുന്ന ക്രോണോളജിക്കൽ ഓർഡർ. അപ്പൊ കൃത്യമായിട്ട് തന്നെ കാലക്രമത്തിന്റെ അനുസരിച്ച്, കാലാനുസൃതമായിട്ടുള്ള ആ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ അവർ ഡോക്ടറെ കണ്ടുപോകുന്നു. അതർ ഫോംസ് ആർ അറ്റാച്ച്ഡ് ആസ് റിക്വയർഡ്. ഇൻ കേസ് എന്തെങ്കിലും അറ്റാച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാൽ മാത്രമാണ് അതിൻ്റെതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ. അതായത് എന്തെങ്കിലും ചിലപ്പോണെങ്കിൽ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യണമെന്ന് ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ആ ടെസ്റ്റിംഗ് റിസൾട്ടുകളൊക്കെ അവിടെ അപ്ഡേഷൻ ആയിട്ട് വരുത്തേണ്ടതാണ്. അല്ലെ? പിന്നെ കറസ്പോണ്ടൻസ് എന്ന് വെച്ചാൽ എന്താണ്? കറസ്പോണ്ടൻസ് കത്തിടപാടുകളൊക്കെ അല്ലെ? ഇൻക്ലൂഡ്സ് റെഫറൽ ലെറ്റർ ഫോം, അഡ്മിഷൻ റിക്വസ്റ്റ് ഫോം, കൺസൾട്ടേഷൻ ഫോം. ഓക്കെ, നമുക്കറിയാം ഒരു കൺസൾട്ടേഷൻ ഫോമുകളൊക്കെ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴേ നമ്മൾ പറഞ്ഞിരുന്ന ഒരു ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടാണ് രോഗിയും പേഷ്യന്റും അല്ലെ ഹോസ്പിറ്റലായിട്ട് ഒരു ബിസിനസ് കരാറിൽ ഏർപ്പെടുന്നത് അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഫോം തീർച്ചയായിട്ടും ഫില്ലപ്പ് ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കറസ്പോണ്ടൻസ് എഴുത്തുകുത്ത് കാര്യങ്ങളുണ്ടാവും. then എന്താണ് ലെറ്റർ ഫോം, ചിലപ്പോൾ ആണെങ്കിൽ അഡ്മിഷൻ റിക്വസ്റ്റ് ഫോം, ആരെങ്കിലൊക്കെ റിക്വസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പകർപ്പ്, റെഫറൽ ലെറ്റേഴ്സ് റിക്വസ്റ്റുമായിട്ടൊക്കെ വരുന്നെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. then consent to an investigation, then പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് ബിഫോർ ഓപ്പറേഷൻ. ഓക്കെ, നമുക്കറിയാം ഇൻവെസ്റ്റിഗേഷൻ അവരെ വിശകലനം ചെയ്തപ്പോൾ സ്റ്റഡി ചെയ്തപ്പോഴുണ്ടായിരുന്ന ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങള്. എന്താണ് പ്രിപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് ബിഫോർ ഓപ്പറേഷൻ. ഓപ്പറേഷന് മുമ്പ് ചെക്ക് ചെയ്യുമ്പോൾ അല്ലെ, നമുക്കറിയാം ഒരു ഓപ്പറേഷൻ ഒക്കെ വരുമ്പോൾ ആവശ്യത്തിന് ബ്ലഡും അല്ലെങ്കിൽ ആവശ്യത്തിന് ഓക്സിജനൊക്കെ വലിച്ചെടുക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിനു ശേഷമാണ് ഓപ്പറേഷൻ നടത്തുള്ളൂ അല്ലെ? ആ ഡേറ്റിന് മുമ്പ് ഇന്നതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് അല്ലെ പേഷ്യൻസിനെ ഓപ്പറേഷന് വിധേയമാക്കുള്ളൂ അല്ലെ? ശരിയല്ലേ? ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അത്തരത്തിലുള്ള ഇടപാടുകളെല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ ഓഫ് സ്റ്റിൽ ബർത്ത് ഫോം, ബർത്ത് നോട്ടിഫിക്കേഷൻ, മെഡിക്കൽ റിപ്പോർട്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ഫോം, ഇൻസിഡന്റ് റിപ്പോർട്ട്. അപ്പൊ കത്തിടപാടുകളിൽ പല കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്കറിയാം ബർത്തും ഡെത്തൊക്കെ സംഭവിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് സിവിലിലൊക്കെ റിപ്പോർട്ട് ചെയ്യണം ഇല്ലേ? നമ്മൾ എത്തിക്കലായിട്ടുള്ള ഇതിലൊക്കെ പഠിച്ചില്ലേ? ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഇടപാടുകളെല്ലാം കൃത്യമായിട്ട് തന്നെ നിർവഹിച്ചു പോകേണ്ടതാണ്. ദെൻ മെഡിക്കൽ റിപ്പോർട്ട് തയ്യാറാക്കലും പരിപാടികളും, ഇൻഫെക്ഷൻ കൺട്രോൾ ഫോമുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഫില്ലപ്പ് ചെയ്ത് കൈകാര്യം ചെയ്യണം. ഇൻസിഡന്റ് റിപ്പോർട്ട്, എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സംഭവത്തിൻ്റെതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കറസ്പോണ്ടൻസിലാണ് വരുന്നത്. കത്തിടപാടുകൾ അല്ലെ, ഇടപാടുകളിലാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എന്തെങ്കിലും പരിശോധനാ കാര്യങ്ങൾ അല്ലെ, ഒരു രോഗം നിർണയത്തിന് വേണ്ടിയിട്ടുള്ള പല പരിശോധനാ കാര്യങ്ങളൊക്കെ നടത്തും. അപ്പൊ അതിൽ പല കാര്യങ്ങളുണ്ട് അല്ലെ? നമ്മൾ പറഞ്ഞ റേഡിയോളജി വിഭാഗം ഉണ്ടാകാം, അതേമാതിരി തന്നെ ടെസ്റ്റിംഗ്, സ്കാനിങ് കാര്യങ്ങളൊക്കെ, അതൊക്കെ ഇതാണ് ഇൻവെസ്റ്റിഗേഷനിൽ പെടും. ഒക്കെ കണ്ടെയ്ൻ ലബോറട്ടറി മൗണ്ട് ഷീറ്റ്സ് in which all laboratory reports are arranged in a chronological order. X-ray mount sheets with all radiology reports mounted in chronological order. ഓക്കെ, നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് കാലക്രമേണയുള്ള രേഖകൾ അല്ലെ? ഒരു ഇന്ന മാസം ഇന്ന ഡേറ്റിന് ശേഷം പിന്നെ ആയിരിക്കും ഓരോന്നും അതിൽ വെക്കുന്നത് അല്ലെ? ഏറ്റവും ആദ്യം ഉള്ളത് ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെക്കുമോ? ഇല്ല,
അതൊരു ഓർഡർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് അല്ലെ. അതാണ് അവിടെ പറയുന്ന ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ ഇത്തരത്തിലുള്ള റിപ്പോർട്ട്സുകൾ കീപ്പ് ചെയ്യണം. എക്സ്റേ മോൺ ഷീറ്റ് വിത്ത് ഓൾ റേഡിയോളജി റിപ്പോർട്ട്സ് മോണ്ടഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഓക്കെ, റേഡിയോളജി വിഭാഗത്തിലുള്ള എല്ലാ റിപ്പോർട്ടുകളും അതേമാതിരി തന്നെ ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെയാണ് കീപ്പ് ചെയ്യേണ്ടത്. ECG, EEG ആൻഡ് അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ഫോംസ് ആൻഡ് എനി അതർ ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻസ് റിപ്പോർട്ട്. ഓക്കെ, നമുക്കറിയാം ECG, EEG ഇതൊക്കെ പറയുന്നത് എന്താണ്, അവിടെ ഇലക്ട്രോകാർഡിയോഗ്രാഫും അല്ലെ. അതേമാതിരി തന്നെ എല്ലാവരും വേഗം തന്നെ ഒക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം അബ്രിവേഷൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞാണ് അല്ലെ. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളെല്ലാം കൈകാര്യം ചെയ്യണം. ആ ഫോമുകളെല്ലാം അല്ലെ, സൗണ്ട് എക്സാമിനേഷൻ ഫോംസ് ആൻഡ് എനി അതർ ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്. നമുക്കറിയാം വീണ്ടും പലതരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനുകളൊക്കെ ഉണ്ട് അല്ലെ. ECGയും EEGയും കൂടാതെ തന്നെ എക്സ്റേയും കാര്യങ്ങളൊക്കെ അല്ലെ, MRI സ്കാനിങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പെടുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടുള്ള റിപ്പോർട്ടുകളും ഇൻവെസ്റ്റിഗേഷന്റെ അണ്ടറിൽ തന്നെ കീപ്പ് ചെയ്യണം. ലാസ്റ്റ് ഇതിലേക്ക് പോരുകയാണെങ്കിൽ ഇൻപേഷ്യന്റ് ലാസ്റ്റ് പോയിന്റ് വരുമ്പോൾ ഇൻപേഷ്യന്റ് ആണ് അല്ലെ. പേഷ്യന്റ് എന്ന് പറയുമ്പോൾ കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസ്. ഓക്കെ, നമുക്കറിയാം കണ്ടെയ്ൻ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ഷീറ്റ്സ്, ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട്സ്, പ്രോഗ്രസ് റിപ്പോർട്ട്സ്, ഫിസിഷ്യൻ ഓർഡേഴ്സ്, അനസ്തെറ്റിക് റെക്കോർഡ്സ്, ഓപ്പറേഷൻ റിപ്പോർട്ട് ഫോംസ്, അങ്ങനെ നീണ്ടു പോവുകയാണ്. അതായത് ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റ് രോഗിയായിട്ട് വരുമ്പോൾ മുതൽ അദ്ദേഹത്തിന് ഡോക്ടർ എന്താണ് കൺസൾട്ടേഷൻ നിർവഹിക്കുന്നത് മുതല് അല്ലെ, അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, നേരത്തെ പറഞ്ഞ പ്രോഗ്രസ് നോട്ട്, ഫിസിഷ്യൻ ഓർഡർ, അനസ്തേഷ്യക്ക് ഓപ്പറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള റെക്കോർഡ്സ്, ഓപ്പറേഷൻ റിപ്പോർട്ട്സ് ഫോംസ്, റിക്കവറി റിപ്പോർട്ട് അല്ലെ. നമ്മൾ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവര് നമുക്കറിയാം ചിലപ്പോഴൊക്കെ രോഗികൾക്ക് എന്തെങ്കിലും കൂടുതൽ ഇമോഷണൽ ആണ്, ചിലപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാവാം അല്ലെ, ബ്ലീഡിംഗ് ഒക്കെ നിർത്താത്ത ബ്ലീഡിംഗ് ഒക്കെ വന്ന രോഗികളൊക്കെ ചിലപ്പോ എന്താണ് അത്യാവശ്യ നിലയിലൊക്കെ വരാറുണ്ട് അല്ലെ. അപ്പൊ റെക്കോർഡിക്കലി ഇതെല്ലാം ഇതിന്റെ കയ്യിലുണ്ടെങ്കിലാണ് ഹോസ്പിറ്റലുകാർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സ്, ഓപ്പറേഷൻ റിപ്പോർട്ട് ഫോംസ്, റിക്കവറി റെക്കോർഡ്സ്, ലേബർ റെക്കോർഡ്സ്, കേസ് ഓപ്പറേഷൻ അല്ലെ, നമുക്കറിയാം ബർത്തുമായി ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിൽ ലേബറുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്, ഡയബറ്റീസ് റിപ്പോർട്ട്, അതേപോലെ റെസിസിറ്റേഷൻ റെക്കോർഡ്സ്, അതായത് നമ്മുടെ അല്ലെ ഓക്സിജൻ നമുക്ക് വലിച്ചെടുക്കാൻ ശേഷിയുള്ള ഓക്സിജന്റെ അളവൊക്കെ ക്രമീകരിക്കുന്ന റിപ്പോർട്ടുകൾ, റിപ്പോർട്ട്സ്, ഗ്രോത്ത് ചാർട്ട് റെക്കോർഡർ, പാരാമെഡിക്കൽ സർവീസ് റെക്കോർഡ്സ്. പാരാമെഡിക്കൽ സർവീസ് റെക്കോർഡ്സ് എന്നൊക്കെ പറയുമ്പോൾ അവരുടേതായിട്ടുള്ള സ്റ്റാഫുകൾ ചിലപ്പോഴെങ്കിൽ പേഷ്യന്റ് നമ്മളെ ഇൻപേഷ്യന്റിനെ അല്ലെ അവിടെ ഡയറക്റ്റ് കെയർ കൊടുക്കുന്ന പേഷ്യന്റും അല്ലാത്തവരൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലെ. അപ്പൊ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള കെയർ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ഇൻപേഷ്യന്റിന്റെ അണ്ടറിൽ വരുമ്പോൾ നമുക്കറിയാം ഇന്ന പേഴ്സൺസിന് ഇന്ന മെഡിക്കൽ അസിസ്റ്റന്റ് അല്ലെ ഇന്ന പാരാമെഡിക്കൽ ആയിട്ടുള്ള സ്റ്റാഫിന്റെ ഹെൽപ്പും കൂടി ആവശ്യമായിട്ട് വന്നു. അങ്ങനെയാണ് അവര് ചിലപ്പോൾ ആണെങ്കിൽ ട്യൂബിലൂടെയൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലെ. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ റെക്കോർഡിക്കലി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. നഴ്സസ് നോട്ട് ആൻഡ് ഒബ്സർവേഷൻ ചാർട്ട്സ്, മെഡിക്കേഷൻ റെക്കോർഡ്സ്, ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട്സ്, ഇൻടേക്ക് ഔട്ട്പുട്ട് ആൻഡ് വൈറ്റൽ സയൻസ് റിപ്പോർട്ട്സ്. ഇൻ കേസ് നമുക്കറിയാം എല്ലാത്തിന്റെയും അല്ലെ ഭക്ഷണ ക്രമീകരണങ്ങളുടെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളോടൊപ്പം തന്നെ എന്താണ് വൈറ്റൽ സയൻസ് അല്ലെ, ആ സമയത്ത് പ്രഷർ, ഷുഗർ അല്ലെങ്കിൽ എല്ലാം നോക്കുമ്പോഴുണ്ടാകുന്ന വേരിയേഷൻസും കാര്യങ്ങളെല്ലാം തന്നെ ആൻഡ് ഡിസ്ചാർജ് സമ്മറൈസ് വിത്ത് ദ മോസ്റ്റ് റിമോട്ട് അഡ്മിഷൻ ഫീൽഡ് ഓൺ ദ ബോട്ടം ആൻഡ് ദ മോസ്റ്റ് റീസെന്റ് അഡ്മിഷൻ ഫീൽഡ് ഓൺ ദ ടോപ്പ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എല്ലാ തരത്തിലും ഏത് കാര്യമാണെങ്കിലും അങ്ങനെ ഏറ്റവും അണ്ടറിൽ തുടങ്ങിയ അല്ലെ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തണം. അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും റിമോട്ട് അഡ്മിഷൻ താഴെയുള്ള അത് മുതൽ ഏറ്റവും പുതിയ അഡ്മിഷൻ മുകളിൽ അത് ഓർഡർ അനുസരിച്ചിട്ട് തന്നെയാണ് ക്രമീകരിക്കേണ്ടത് എല്ലാ റിപ്പോർട്ടുകളും അല്ലെ. നമുക്കറിയാം പുതിയ റിപ്പോർട്ട് ഇപ്പൊ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോഴെന്താണ് ജസ്റ്റ് ആദ്യം അല്ലെ ജസ്റ്റ് അതിന് തൊട്ട് മുമ്പ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്ന മാറ്റങ്ങൾ അനലൈസ് ചെയ്തിട്ടാണ് ഡോക്ടർ പിന്നെ ഒബ്സർവ് ചെയ്യുന്നത്. ചിലപ്പോൾ വേണമെങ്കിൽ ചില മെഡിസിൻസ് ഒക്കെ നോക്കാൻ ചിലപ്പോൾ ഫൈൻ്റെ അങ്ങ് അറ്റം വരെയൊക്കെ പോയിട്ട് വരും. പക്ഷെ കുറച്ചൊക്കെ അവര് നോക്കണത് എന്താണ് ഏറ്റവും മുകളിലുള്ള ഭാഗങ്ങൾ എടുത്തിട്ടായിരിക്കും നോക്കുന്നത് അല്ലേ. ഡോക്ടേഴ്സ് അങ്ങനെയല്ലേ അവര് പരിചരിക്കുക. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ എടുത്തു പറയുന്നത് ലാസ്റ്റ് ടൈമിൽ പറയുന്നത് ഡിസ്ചാർജ് സമ്മറൈസ് വിത്ത് ദ മോസ്റ്റ് റിമോട്ട് അഡ്മിഷൻ ഫീൽഡ് ഓൺ ദ ബോട്ടം ആൻഡ് വിത്ത് ദ മോസ്റ്റ് റീസെന്റ് അഡ്മിഷൻ ഫീൽഡ് ഓൺ ദ ടോപ്പ്. ഏറ്റവും മുകളിൽ വെക്കേണ്ടത്
ഈ അടുത്ത കാലത്ത് ഡോക്ടറിന്റെ അല്ലെ വിസിറ്റ് ചെയ്യാൻ വന്നതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വെക്കുന്നത്. ഏറ്റവും അടിയിൽ ആദ്യം വന്ന കാലങ്ങളിലെ റിപ്പോർട്ട്സുകളാണ് അവിടെ കീപ്പ് ചെയ്യുന്നത്. ാണോ എന്തെങ്കിലും പോയിന്റുള്ള ഡൗട്ട് ഉണ്ടോ? പ്രത്യേകിച്ച് ഒരു പോയിന്റും ഡൗട്ട് ഇല്ല. നിങ്ങൾ ഓക്കെയാണ് അല്ലെ? പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ചാപ്റ്ററാണ്. വളരെ സിമ്പിൾ ആയിട്ടൊക്കെയാണ്. എന്നാലും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ പെടുന്ന കാര്യങ്ങൾ അത് ജസ്റ്റ് ഇൻവോൾവ് ആവുന്ന പോയിന്റ്സുകളെ കുറിച്ചിട്ട് നോക്കിയാൽ മതി. ICG റെക്കോർഡ്സ്, ECG റെക്കോർഡ്സ് അല്ലേ? ICU വേണ്ട, ICG അല്ല, ICU പേഷ്യന്റ് അല്ലേ? ഇൻപേഷ്യന്റിലുള്ളതല്ലേ? ഫോംസ് ഓക്കെ. ICG അല്ല, ICU റെക്കോർഡ്സ്. ഓക്കെ, ചെറിയ കണക്ഷൻ വരുത്തിയത്. ICG അല്ല, ICH അല്ല, അതിൽ പറയുന്നത് ICU. ഞാൻ സ്പെല്ലിങ് അങ്ങനെ എഴുതില്ല. ഓക്കെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആ കറസ്പോണ്ടൻസിലെ നോട്ടിഫിക്കേഷൻ ഓഫ് സ്റ്റിൽ ബർത്ത് ഫോം എന്ന് കിടക്കുന്നത് സ്റ്റിൽ ബർത്ത് തന്നെയാണോ അതോ ചൈൽഡ് ബർത്ത് ആണോ? ആണോ? നമ്മളിനി ഫയലിംഗ് മെത്തേഡിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അതെന്തായാലും അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഏതൊക്കെ രീതിയിലാണ് ഫയലിംഗ് മെത്തേഡുകൾ ഉണ്ടാക്കുക. അപ്പോ പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. Thank you, Miss. Thank you, Miss. Okay.